ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് MLA UR പ്രദീപ് തിങ്കളാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ അതുപോലെ സമഗ്ര ശിക്ഷ കേരളത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ഈ പൊതുവിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി ശാക്തീകരണത്തിനായി നടത്തി വരുന്ന സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതി, ഇത് 2023-24 അധ്യയന വർഷമാണ് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ ലഭിച്ചത്. പക്ഷേ ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ കുറച്ച് വൈകി. എന്നിരുന്നാലും അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ഈ തിങ്കളാഴ്ച, അതായത് 21-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത് നമുക്കിപ്പം പ്രീ പ്രൈമറി കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ പരിപാടി. പ്രീ പ്രൈമറി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അച്ഛനമ്മമാരിൽ നിന്ന് വേർപെട്ടിട്ട് വിദ്യാലയത്തിലേക്ക് വരുന്ന ആദ്യ ഘട്ടമാണ്. അപ്പോൾ കുട്ടികളുടെ വ്യത്യസ്ത തരത്തിലുള്ള, ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും എന്തെങ്കിലും കഴിവുണ്ട്, ഒരു കഴിവില്ലാതെ ഒരു കുട്ടികളും ജനിക്കുന്നില്ല. അപ്പോൾ കുട്ടികളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്താണ്, അത് കണ്ടെത്തുകയും അത് വികസിപ്പിക്കുകയും അത് ചെറിയ കാലം മുതൽ കണ്ടെത്താനും വികസിപ്പിക്കാനും ആവശ്യമായി തികച്ചും ശാസ്ത്രീയമായിട്ടുള്ള 13 ഇടങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 13 ഇടങ്ങളും അത് 30 തീമുകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങൾ ഓരോ ഘട്ടത്തിലും ഈ പ്രീ പ്രൈമറി അധ്യാപകർക്ക് സർക്കാർ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ട്. ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം അന്താരാഷ്ട്ര നിലവാരത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളെ പ്രീ പ്രൈമറി മുതൽ എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അപ്പോൾ അത്തരത്തിൽ ഈ കുട്ടികളിലെ എല്ലാ വിധത്തിലുള്ള സർവ്വതോന്മുഖമായ വികാസം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ചെറുതുരുത്തി LP സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഇനി ഈ പ്രീ പ്രൈമറിയുടെ നവീകരിച്ച പ്രീ പ്രൈമറിയുടെ ഗുണം ഈ ചെറുതുരുത്തിയിലെ പൊതുവെ വിദ്യാലയത്തിൽ എത്തിച്ചേരുന്ന എല്ലാ കുട്ടികൾക്കും ലഭ്യമാക്കും എന്നുകൂടി ഈ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പരിപാടി ഞാൻ ഉറപ്പു നൽകി. നമ്മുടെ ഈ സ്റ്റാർട്സ് പദ്ധതി വർണ്ണക്കൂടാരം എന്ന് പറയുന്നതിനെ കുറിച്ച് മാഷിവിടെ സൂചിപ്പിച്ചു, അതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ. ഇത് PTA തന്നെ നേരിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു അഭിമാനകരമായിട്ടുള്ള നിമിഷത്തിലാണ് ഞങ്ങൾ PTA സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നത്. അപ്പോൾ ഈ 21-ാം തീയതി ബഹുമാനപ്പെട്ട ചേലക്കര നിയോജക മണ്ഡലം MLA ശ്രീ UR പ്രദീപ് അവറുകളാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷെയ്ഖ് അബ്ദുൽ ഖാദറാണ്. ഇതിൽ സ്വാഗതം ആശംസിക്കുന്നത് ഈ സ്കൂളിൻ്റെ തന്നെ പ്രധാന അധ്യാപകനായിട്ടുള്ള ശ്രീ മോഹനൻ മാഷാണ്. അതുപോലെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളൊക്കെ ഇതിൽ ആശംസ അറിയിക്കുന്നതിനും പങ്കെടുക്കുന്നുണ്ട്. അതുകൂടാതെ മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ അഷറഫ് അവറുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ ഉദ്ഘാടന പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തു പോയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇത്തരത്തിൽ ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാർ ഇത്തരത്തിലുള്ള ഫണ്ടുകൾ അനുവദിച്ചിട്ടുള്ളത്. അത്തരം ഫണ്ടുകൾ PTA നേതൃത്വത്തിൽ വളരെ കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം കൂടെ ഇതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോവുകയാണ്.